ജീവൻ കിട്ടിയത് ഭാഗ്യം. കാരണം ഞങ്ങൾ അതുപോലെ എന്താ പറയാ ഇത്രയുള്ള സ്പേസിൽ കൂടി ഞങ്ങൾ നടന്നു വന്നത്. മഴ നല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇന്നത്തെ സ്റ്റോപ്പിൽ നിന്ന് റെയിൻകോട്ട് ഇവിടെ നേരെ പൊക്കാണ് കാണില്ല. ഇറ്റലിയിലെ ഡോളമൈറ്റ്സ് മലനിരകളുടെ മധ്യേ ഒരു ചെറിയ റെഡ് ക്യാബിനിലേക്ക് പോകുന്ന വീഡിയോ ആണിത്. 40 വർഷത്തിലേറെയായി ഈ റെഡ് ക്യാബിൻ മലനിരകളാൽ പൂർണ്ണമായി ചുറ്റപ്പെട്ട് നിലകൊള്ളുന്നു. എന്നാൽ പിന്നെ കാണാമെന്ന് കരുതി ഞാനും ഇവയും ഏഞ്ചലും കൂടി പോവുകയാണ്. പകുതി എത്തുമ്പോഴത്തേനും എല്ലാവരും കിണ്ടി ചവറായി. അതെ അതെ ബാഗൊക്കെ അവിടെ ഇട്ടിട്ട് അതെ അതെ അതെ. ഏഞ്ചൽ നീയല്ലേ പറഞ്ഞു നിന്റെ വീട്ടിലത്തെ പറമ്പൊക്കെ എങ്ങനെയാന്ന്? അതെ അതെ അതെ. അവളുടെ പറമ്പ് ഇവിടെ വരെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പറമ്പില്ല. ഇനി കാണുമ്പോ അറിയാം പറമ്പാണ് അതോ എന്താന്ന് കാണുമ്പോ അറിയാം. നമ്മളിത് അങ്ങറ്റത്ത് നിന്നത് പ്രതീക്ഷനെക്കാളും ടഫായിരുന്നു ഈ ഒരു ഹൈക്ക്. പകുതി എത്തുമ്പോഴത്തേനായിട്ടും നമ്മളെല്ലാവരും ടയേർഡായി. പക്ഷെ എങ്ങനെയും അങ്ങോട്ട് എത്താന്നുള്ളൊരു വിൽ പവറോടുകൂടി നമ്മളങ്ങനെ മുന്നോട്ട് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരുന്നു. ഈ കുത്തനെ താഴേക്ക് ഇറങ്ങണം. കൈമില് ഉള്ള സ്ട്രെങ്ത് കൊടുത്തേ, ഇല്ലെങ്കിൽ കൈ വിട്ടാ വീണ്. അങ്ങോട്ട് ബീസിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അവിടെ മൊത്തം ബീസാണ്. ഇത് കാണുന്നുണ്ടോ അറിയില്ല. ഗൾഫിന്ന് വെട്ടിപ്പൊളിക്കണം. അതല്ല വേളാങ്കണ്ണിക്ക് ട്രിപ്പ് പോയിട്ട് അമ്മമാര് സജ്ജയില് ഇങ്ങോട്ടോക്കി കൈ മറയ്ക്കും. മഴ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മുന്നത്തെ സ്റ്റോപ്പിൽ നിന്ന് തന്നെ റെയിൻകോട്ട് എടുത്തു. ഈ ഇവിടെ നേരെ കൊക്കാണ് കാണില്ല. ട്രെയിലൊക്കെ മണ്ണിടിഞ്ഞിട്ട് നനഞ്ഞിട്ടാണ്ടല്ലോ. സൂക്ഷിച്ച് വെക്കണം. വെതർ പെട്ടെന്ന് മാറി. ഒരു വിസിബിലിറ്റി ഇല്ല. ഇതാണ് വഴി കാണിക്കണത്. നിങ്ങളാകെ പെട്ടു. പോകണോ? ഇതേ അവിടെ കൊക്കയാണ്. ഇനി 600 മീറ്റർ. ഇത് തിരിച്ചു നടക്കാൻ നടക്കില്ല. 6 കിലോമീറ്റർ നടക്കണം. ഇനി നമ്മൾ 1 കിലോമീറ്റർ നടന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ. നമ്മളങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂഞ്ചലാണ്. തിരിച്ചു പോയി കഴിഞ്ഞാൽ മൂഞ്ചലാണ്. ഈ എൻഡിൽ വെക്കണ്ട കേട്ടാ, ഇടിയും. പൊളിയിലെ എവരെ
അവിടെ പിടിച്ച് പിടിച്ച് പോരെ കല്ലാണ്. വടക്ക് പറ്റുണ്ടോ? കഴിയോ? സൂര്യാസ്തമിക്കണം. സൂര്യൻ ഫേഷ്യല് അതിനപ്പുറത്ത് Yes, we made it. വാ ഹെൻലീസ് ഇവിടുത്തെ പനോരമിക്ക് വീവും ഞങ്ങളുടെ ചില മടുത്തു. ഇപ്പോ സെറ്റായി, പക്ഷെ ഭയങ്കര തണുപ്പാണ്. ഇവിടെ സ്റ്റേ ചെയ്തവര് ഇങ്ങനെ ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല ഫീഡ്ബാക്ക് എഴുതി പോകും. അപ്പൊ നാളെ ഇനി നമ്മൾ ഇറങ്ങുമ്പോൾ മറന്നാലും വിചാരിച്ച് അതെ ഇത് വിചാരിക്കും ഇവിടെ സ്റ്റേ കാശ് കൊടുത്തിട്ടാണ്. അല്ല, എല്ലാം ഫ്രീ ആണ്. നോക്കി ഇവിടെ ബെഡിന്റെ പുതപ്പ് വരെ ഉണ്ട്. അങ്ങനെ നേരം വെളുത്തു. ഇത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കിയിരുന്നു. പീനട്ട് ബട്ടറും ബ്രെഡും കുക്ക്. ഇത് കണ്ടു ബെഡിന്റെ ഏരിയ. 9 ബെഡ് ഉണ്ട് അവിടെ. ഇത് ഞങ്ങളുടെ മെസ്സാണ്. ഇത് പോകുമ്പോൾ റെഡിയാക്കുന്നു. അവിടെ മുകളിൽ കിടക്കുന്നവർക്ക് നല്ല വ്യൂ കിട്ടും. പക്ഷെ ഇപ്പോൾ ഭയങ്കര കോടയാണ് ഇവിടെ. ഇന്നലെ മൊത്തം അവിടെയുള്ള മല ഒക്കെ കാണായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. ഓക്കെ, ചെറുതായിട്ട് ചാർന്നുണ്ട്. ചുറ്റോറും കോട, ഒന്നും കാണില്ല. ഇത് നോക്കൂ, ഒരാളിവിടെ പുതപ്പൊക്കെ ഒതുക്കി വയ്ക്കുകയാണ്. ഇതിനെന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ആദ്യം യൂനോ കളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ വെതർ ഇങ്ങനെ സീനായിക്കൊണ്ടിരിക്കുക. അതാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി അധികം നേരം ചുമ്മാ ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിക്കളയാമെന്ന്. ഇല്ലെങ്കിൽ എങ്ങാനും മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. മെയിനായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോകും. ഇവിടെ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു കുപ്പി കൂടി ഉണ്ട്. 3 കുപ്പിയുണ്ട്. 3 കുപ്പിയിലും വെള്ളം നിറക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതുണ്ടോ മുകളിൽ മഴ പെയ്യണത് നേരെ ഇതിലേക്ക് വന്ന് ഇറങ്ങും. പറ്റുമോ ഒറ്റക്ക്? അങ്ങനെ അതാ നമ്മളൊരു പ്രോട്ടീൻ ബാർ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. ഇവിടെ എല്ലാം വൃത്തിയാക്കി നമ്മളുടെ വേസ്റ്റാണത്. ഇത് നമ്മൾ തിരികെ കൊണ്ടുപോകുന്നു. അവിടെ 40 വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു കുഴപ്പമില്ല. അവിടെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ വരുന്ന ആൾക്കാർ വരെ ക്ലീൻ ചെയ്തിട്ട് പോകുന്നതാണ്.
Ta-da. Let's go.